ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മസാല ഓംപ്ലേറ്റ് ആണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിനാണെങ്കിൽ ഞാനൊരു ഹാഫ് സവാള ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണേ. ഇപ്പം ഒരു മീഡിയം സവാള കയ്യിലുള്ളതെങ്കിൽ അത് ഒരെണ്ണം എടുക്കാം, അല്ലെങ്കിൽ ഇത് ഇച്ചിരി വലിയ സവാളയാണ്, അതുകൊണ്ടാണ് ഹാഫ് എടുക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളാണെങ്കിൽ പച്ചമുളക് ഒന്നോ രണ്ടോ ഉപയോഗിക്കാം. പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതാണെങ്കിൽ എരിയുള്ള മുളകാണ്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനാണെങ്കിൽ 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. 3 മുട്ട നമ്മൾ ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിക്കണം. അതിനുശേഷം നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ നമ്മുടെ പെപ്പർ പൗഡറും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. നമ്മളാണെങ്കിൽ ചോറിന് കൂടെ കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചോറും നമ്മുടെ പുളിശ്ശേരിയും ഇതും കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അങ്ങനെ നമ്മളാണെങ്കിൽ ഇതാണെങ്കിൽ ഞാനൊരു അയൺ പാത്രമാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ഞാനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും സവാളയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഒരു ഇച്ചിരി കുറച്ചൊരു പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടത് കൊണ്ട് അതൊന്ന് കെയർഫുള്ളായിരിക്കണം. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് വാടിയ സമയത്ത് നമ്മളാണെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ഈസിയാണ്. ഒരു നോൺ സ്റ്റിക്ക് ആണെങ്കിൽ തിരിച്ചിടാനൊക്കെ ഒരു എളുപ്പമുണ്ട്. നമ്മൾ ഈ അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ കൊറിയാണ്ടർ പൗഡറും അതുപോലെ നമ്മളാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം ഇത് ഒരു ഡ്രൈ ആയി തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് മുട്ട മുകളിൽ ഒഴിച്ചിട്ട് നമ്മളാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണേ. എന്നിട്ട് തിരിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ചെയ്ത് നോക്കൂ. ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.